നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതുകൊണ്ട് തന്നെ ഇതിന്റെ പരിശോധനാ മാർഗങ്ങളെക്കുറിച്ച് നിർബന്ധമായും അറിയേണ്ടതുണ്ട്. മാമോഗ്രാം പരിശോധനയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഫോർട്ട് കൊച്ചി ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ഡോക്ടർ ജസീക ജോയി തോട്ടിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ, എന്താണ് മാമോഗ്രാം എന്ന് പറയുന്നത്? ഓക്കെ, ഈ മാമോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ സാധാരണമായി എടുക്കുന്ന നെഞ്ചിന്റെ എക്സ്റേ പോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിന് ഒരു ചെറിയൊരു എക്സ്റേ പോലത്തെ ഒരു റേഡിയേഷൻ കൊണ്ട് എടുക്കുന്ന ഒരു ടെസ്റ്റ് ആണ് മാമോഗ്രാം. ഡോക്ടർ, അതുപോലെ മാമോഗ്രാം പരിശോധന നടത്തുന്നത് എന്തിനാണ്? ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഓക്കെ, നമ്മൾ മാമോഗ്രാം ടെസ്റ്റ് ചെയ്യുന്നത് ഏർലി ഡിറ്റക്ഷൻ, അതായത് ഏറ്റവും വേഗത്തിൽ, അതായത് ലേറ്റ് ആവാതെ, കുറെ വൈകി അറിയാതെ ഏറ്റവും വേഗത്തിൽ അറിയാവുന്ന ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാമോഗ്രാം എടുക്കുന്നത്. അതായത് മാമോഗ്രാമിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഏറ്റവും ഏർലിയസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഡോക്ടർ, അതുപോലെ ആരൊക്കെയാണ് മാമോഗ്രാം പരിശോധന നിർബന്ധമായും നടത്തേണ്ടത്? അതുപോലെ ഏത് പ്രായത്തില് മാമോഗ്രാഫി ചെയ്യണം? ഓക്കെ, നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ വേൾഡ് പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ അതായത് ക്യാൻസർ സ്ത്രീകളിൽ ബാധിക്കുന്ന ബ്രസ്റ്റിനാണ്. സോ ഐഡിയലി നമ്മുടെ വേൾഡ് റെക്കമെൻഡേഷൻ അനുസരിച്ച് നമ്മൾ മാമോഗ്രാം എല്ലാ സ്ത്രീകളും 40 വയസ്സിന് ശേഷം എടുക്കേണ്ടതാണ്. അതിൽ ചില സ്ത്രീകൾക്ക് റിസ്ക് ഫാക്ടേഴ്സ്, അതായത് അമ്മയ്ക്ക് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായവർക്ക് അതിൽ നേരത്തെ, അതായത് അമ്മയ്ക്ക് ഇപ്പം 60 വയസ്സിലാണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായെങ്കിൽ അതിന് 5 വർഷം മുമ്പേ സ്ക്രീനിങ് ചെയ്യണം, മാമോഗ്രാം ചെയ്യണം. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു 40 വയസ്സിലാണ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തെങ്കിൽ മകളില് നമ്മൾ ഒരു 5 വയസ്സ് മുമ്പേ, അതായത് ഒരു 35 ഇയേഴ്സിൽ നമ്മൾ മാമോഗ്രാം ചെയ്യണം. ഡോക്ടർ, അതുപോലെ മാമോഗ്രാം പരിശോധന വേദനാജനകമാണോ? മാമോഗ്രാം വേദനാജനകം ഫുള്ളി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചെറുതായിട്ടൊരു വേദന, അതായത് നമ്മൾ ബ്രസ്റ്റിനെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റിനെ ഒരു കംപ്രഷൻ പാഡ് എന്ന് പറയും, അവിടെ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ടാണ് എക്സ്റേ ഡോസ് കൊടുക്കുന്നത്. അപ്പം ആ പ്രസ് ചെയ്യുന്ന സമയത്ത് ചില സ്ത്രീകൾക്ക് അവരുടെ സ്കിൻ സെൻസിറ്റീവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെയിൻ ഉണ്ടാവും. അല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് വലിയ ബ്രസ്റ്റ് ഉണ്ടാവും. അപ്പൊ ബ്രസ്റ്റ് നമ്മൾ കംപ്രസ് ചെയ്യുമ്പോഴാണ് ഈ പെയിൻ എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ ഈ പെയിൻ വളരെ ചെറിയ പെയിൻ ഉണ്ട്. അതും ചെറിയ ഒരു 10 മാക്സിമം പോയാൽ ഒരു 5 to 10 minutes. അത് കഴിയുമ്പോഴത്തേക്കും ടോട്ടലി ഇത് പൊക്കോളും. ഡോക്ടർ, അതുപോലെ ഈ മാമോഗ്രാം പരിശോധനയിൽ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കണ്ടാല് അതെപ്പോഴും ക്യാൻസർ ആയിരിക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമല്ല. മാമോഗ്രാമിൽ നമുക്ക് ബിനൈൻ, അതായത് ക്യാൻസർ അല്ലാത്ത അസുഖങ്ങളും കണ്ടുപിടിക്കാം. നമുക്ക് ക്യാൻസർ പോലെ ഇരിക്കുന്ന രോഗങ്ങളും ഉണ്ടാവാം. അത് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം. മാമോഗ്രാമില് ഇപ്പൊ നമ്മളൊരു ബിനൈൻ, അതായത് ക്യാൻസർ അല്ലാത്തൊരു ലീഷൻ, അതിന് നമ്മുടെ യൂട്രസിൽ ഉണ്ടാവുന്ന പോലത്തെ ഫൈബ്രോയിഡ്സ്, ഇവിടെ നമ്മൾ ബ്രസ്റ്റിന് അതിന് ഫൈബ്രോ അഡിനോമ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഫൈബ്രോ അഡിനോമാസ് ഉണ്ടാവാം. ഈ വെള്ളം നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങൾ, അതിന് പറയുന്ന സിസ്റ്റുകൾ ഉണ്ടാവാം. അതെല്ലാം നോർമലാണ്, അതെല്ലാം ക്യാൻസർ അല്ല. പിന്നെ നമുക്ക് ക്യാൻസറിനെ കണ്ടുപിടിക്കാം. അതിൽ ക്യാൻസറിൽ സ്പെസിഫിക്, അതായത് അതായത് പേഷ്യന്റ് നമ്മുടെ അടുത്തേക്ക് ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ആ മുഴയിനെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയാണ് ഈ മാമോഗ്രാം ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ ഈ മാമോഗ്രാം പരിശോധന സുരക്ഷിതമാണോ? റേഡിയേഷൻ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടോ? 100% സേഫ് ആണ്. റേഡിയേഷൻ ഇല്ലെന്നല്ല, ഒരു ചെറിയ ഡോസ്, അതായത് ഒരു 0.02 മൈക്രോ യൂണിറ്റ്സ് ആണ് റേഡിയേഷൻ ഡോസ് ഉള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സ്മോൾ, ഭയങ്കര ചെറുതാണ് കമ്പയർ ടു ഇപ്പൊ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഭയങ്കര നേരത്തെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ ഇറ്റ് ഇസ് 100% ആയിട്ട് മൊത്തമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ആ ഒരു ഡോസ് കമ്പയർ ടു നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഇസ് വെരി ലെസ്, ഭയങ്കര കുറവാണ്. അതായത് നമ്മൾ ക്യാൻസറിനും നമുക്ക് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ ടോട്ടലി നമുക്ക് ക്യാൻസറിന് ഫ്രീ ആവാം.
സോ അതിൽ ഈ റേഡിയേഷൻ ഡോസ് ഭയങ്കര ചെറുതാണ് ഇതിന്റെ ഫാക്ട്. ഡോക്ടർ, ഇനി ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. എന്തെല്ലാം സൂചനകൾ കണ്ടാലാണ് ഉടൻ ഡോക്ടറെ കാണേണ്ടത്? അതുപോലെ എങ്ങനെ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ സാധിക്കും? ഓക്കെ, ആദ്യത്തെ നമ്മൾ ബ്രസ്റ്റ് എങ്ങനെ നമ്മൾ ക്യാൻസർ ആണോ അല്ലെങ്കിൽ ബ്രസ്റ്റ് എന്തിനു നമ്മൾ മാമോഗ്രാം എപ്പോഴാണ് ചെയ്യുന്നത്? അതായത് നമുക്ക് സ്വന്തമായിട്ട്, അതായത് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയും. സ്വന്തമായിട്ട് ബ്രസ്റ്റ് നമുക്ക് കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ടോ നമുക്ക് പാൽപേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മുഴകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അതാണ് ആദ്യത്തെ. രണ്ടാമത്തെ, നമ്മൾ രണ്ട് ബ്രസ്റ്റിന്റെയും സൈസിന് വ്യത്യാസമുണ്ടോ? അപ്പൊ നമുക്കൊരു ഡോക്ടറിനെ കണ്ട് മാമോഗ്രാം റിക്വസ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ, അതായത് നമ്മുടെ നിപ്പിളിൽ നിന്ന് അതായത് ചളി അല്ലെങ്കിൽ വെള്ളം പോലത്തെ ഡിസ്ചാർജ്, വെള്ളം പോലെ എന്തെങ്കിലും വരിക, അല്ലെങ്കിൽ രക്തത്തിന്റെ അംശമുള്ള പശ പോലത്തെ ദ്രാവകങ്ങൾ വരിക, അന്നേരം നമുക്കൊരു മാമോഗ്രാം എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിന്റെ സ്കിൻ നമ്മുടെ ഈ ഓറഞ്ചിന്റെ സ്കിൻ പോലെ ആകുക, നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുക, നമ്മുടെ ബ്രസ്റ്റിന്റെ നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുമ്പോൾ നമുക്കൊരു ബ്രസ്റ്റ് മാമോഗ്രാം ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ മാമോഗ്രാം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് കൈക്കഷത്തിലും മുഴകൾ ഉണ്ടെങ്കിൽ നമുക്ക് മാമോഗ്രാം ചെയ്യാം. ഡോക്ടർ, അതുപോലെ പലപ്പോഴും ഇത്തരം പരിശോധനകളെ പേടിയുള്ളവര് പലരുമുണ്ട്. ഭയപ്പെടേണ്ടതുണ്ടോ ഈ പരിശോധന? ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റൂമിലേക്ക് ചെന്നു ആരും ഉണ്ടാവില്ല. ആകെ ഒരു ടെക്നീഷ്യൻ ഉണ്ടാവും, നമ്മളുണ്ടാവും. ആ ടെക്നീഷ്യൻ പൊസിഷൻ ചെയ്തിട്ട് എക്സ്റേ അടിക്കും, മാമോഗ്രാം കഴിഞ്ഞു. അത് ഹാർഡ്ലി ഒരു മാമോഗ്രാം എടുക്കാൻ ഏകദേശം ഒരു 2-3 മിനിറ്റ് എടുക്കുള്ളൂ. പക്ഷെ അതിന്റെ റിസൾട്ട്സ് നമുക്ക് തരാൻ പോകുന്നത് അതിനേക്കാളും വലിയ റിസൾട്ട്സ് ആണ്. ബിക്കോസ് ഏർലി ആയിട്ട് നമ്മൾ ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു അതായത് നമുക്ക് ജീവിക്കാനുള്ള കാലം കുറച്ചുകൂടി കൂടുതൽ കിട്ടുകയാണ്. അതിൽ നമ്മൾ ഈ ചെറിയൊരു ഡോസിനെ അല്ലെങ്കിൽ ഒരു ചെറിയ വേദനേനെ പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രമേശ് ആണ് ചേരുന്നത്. രമേശ്, ചോദിച്ചോളൂ. ബഹുമാനപ്പെട്ട ഡോക്ടർ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടർ, ഒരു സംശയം ചോദിക്കാനായിട്ടാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ, ഈ നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നതിന് എന്തെങ്കിലും വയസ്സ് എന്തെങ്കിലും ഒരു ഉണ്ടോ? വയസ്സെന്ന് പറഞ്ഞാൽ ഇത്ര വയസ്സിനുള്ളിലോ അങ്ങനെയുള്ളതുണ്ടോ? സാധാരണ ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാല് ഈ ഫീഡിങ്ങിന് ശേഷമുള്ള ബഹുമാനപ്പെട്ട സ്ത്രീകളിലാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായിട്ടും കാണുന്നത്. ഈ ഫീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ ഉപയോഗത്തിലോ കുട്ടികൾക്ക് മുല കൊടുക്കുന്നതിലോ അങ്ങനെ എന്തെങ്കിലും ഇതുകൊണ്ടാണോ എന്താണ് എന്ന് അത് സംശയമാണോ? എനിക്ക് സാധാരണ ഈ പ്രേക്ഷകനുള്ള സംശയമാണോ? അതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഈ ബ്രസ്റ്റ് ക്യാൻസർ പീരിയഡിന് ശേഷം കാണണം അല്ലെങ്കിൽ പീരിയഡിന് മുമ്പ് കാണണം അങ്ങനെ ഒരു ക്രൈറ്റീരിയ, ഏജിന്റെ ഒരു ക്രൈറ്റീരിയ ഇല്ല. സാധാരണ രീതിയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പീരിയഡ്സ് ആയവർക്ക്, അതായത് ഇപ്പത്തെ കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വയസ്സ് 9 വയസ്സിലൊക്കെ പീരിയഡ്സ് ആവും. അവരിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൽ പ്രതീക്ഷിക്കാം. അതായത് അവർ കൂടുതൽ റിസ്കിലായിരിക്കും. അല്ലെങ്കിൽ പീരിയഡ് നിൽക്കുന്ന, അതായത് മെനോപോസിൽ കുറെ താമസിച്ച് വരുന്നത്, അതൊരു 56-57 വയസ്സിലൊക്കെ മെനോപോസ് ആവുന്നവരിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, മീൻസ് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഏജ്, പിന്നെ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ പെങ്ങൾക്കോ അങ്ങനെ അല്ലെങ്കിൽ വീട്ടില് ക്യാൻസറിന്റെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് ഒരു മിഡിൽ ഏജില് ഇപ്പൊ ഒരു 35, ചിലവർക്ക് ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ്, ഈവൻ 22 വയസ്സിൽ വരെ നമുക്ക് മീൻസ് ക്യാൻസർ വരാം. അങ്ങനെ വയസ്സൊരു ക്രൈറ്റീരിയ അല്ല. യൂഷ്വലി ഒരു 10 വയസ്സിന് താഴെയുള്ളവർക്ക് വരാറില്ല ബ്രസ്റ്റ് ക്യാൻസർ. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ മാമോഗ്രാഫി ടെസ്റ്റുകൾ എത്ര തരമുണ്ട്? മറ്റ് പരിശോധന രീതികളിൽ നിന്ന് ഇത് എത്രത്തോളമാണ് വ്യത്യസ്തമാകുന്നത്? മാമോഗ്രാം എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണ്. അതായത് 2D മാമോഗ്രാം ഉണ്ട്, 3 ടൈപ്സ്. 2D മാമോഗ്രാം ഉണ്ട്, 3D മാമോഗ്രാം അല്ലെങ്കിൽ ടോമോസിന്തസിസ് ഉണ്ട്. ഈ 2D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്ന 2 ഡയമെൻഷൻ, രണ്ട് രീതിയിലാണ് ബ്രസ്റ്റിന്റെ ഫോട്ടോ എടുക്കുക. മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നതാണ് അതിന്റെ അർത്ഥം. അപ്പം 2 രീതിയിൽ ഫോട്ടോ എടുക്കാം. അതിൽ 3D എന്ന് പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആ ഒരു നമ്മൾ ഇതിപ്പോ ഒരു ബ്രസ്റ്റ് എന്ന് വെച്ചോ, കുറെ ആംഗിളിൽ നമ്മൾ ഫോട്ടോ എടുക്കും.
ആ ആംഗിളിൽ ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ കൂടുതലും നമുക്ക് മീൻസ് കുറച്ചുകൂടെ ഏരിയ നമുക്ക് കാണാൻ പറ്റും. അതാണ് മാമോഗ്രാം. ഓൾമോസ്റ്റ് 3 ടൈപ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ബ്രസ്റ്റിൽ ചെയ്യാനുള്ളത് അൾട്രാസൗണ്ട് ആണ്. അൾട്രാസൗണ്ട് നമ്മൾ ഇപ്പം പേഷ്യന്റ് ഒരു 40 വയസ്സിന് താഴെയാണ്, ഇതൊരു സ്ക്രീനിങ് ആയിട്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് ആണ് ചെയ്യുന്നത്. അൾട്രാസൗണ്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അൾട്രാസൗണ്ട് ആണ്. പ്രായം കുറഞ്ഞവർക്കും 35 ഇയേഴ്സ് അല്ലെങ്കിൽ 40 വയസ്സിന് താഴെയുള്ളവർക്ക് എല്ലാവർക്കും അൾട്രാസൗണ്ടിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു മാമോഗ്രാമിൽ ഒരു ഇത് കാണും. കാൽസിഫിക്കേഷൻ, മൈക്രോ കാൽസിഫിക്കേഷൻ എന്ന് പറയുന്ന ഉണ്ടായി കഴിഞ്ഞാൽ അത് ലൈക്ലി ക്യാൻസർ അല്ലെങ്കിൽ നമ്മൾ അത് മുമ്പോട്ട് പരിശോധിക്കേണ്ട വരുമെന്നാണ്. അപ്പോൾ അത് നമുക്ക് അൾട്രാസൗണ്ടിൽ കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ പേഷ്യന്റിന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഭയങ്കര വലിയ ബ്രസ്റ്റ് ഉള്ള സ്ത്രീകൾ ഉണ്ടാവും, അവർ നമുക്ക് അൾട്രാസൗണ്ടിൽ എന്തെങ്കിലും ലീഷൻസോ എന്തെങ്കിലും ക്യാൻസർ പോലത്തെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മിസ്സാവും. അതാണ് അൾട്രാസൗണ്ടിന്റെ നെഗറ്റീവ് എഫക്ട്സ്. പിന്നെ അൾട്രാസൗണ്ടിൽ തീരെ റേഡിയേഷൻ, നോ റേഡിയേഷൻ, സോ ഇറ്റ് ഇസ് അൾട്രാസൗണ്ട് ഇസ് വെരി സേഫ്. പിന്നെ ഉള്ള MRI. MRI ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് നമ്മൾ MRI ചെയ്യും. നമ്മൾ അൾട്രാസൗണ്ടിൽ മാമോയിലും ലീഷൻസ് കാണുന്നില്ല. അപ്പൊ നമുക്ക് നമുക്ക് സസ്പിഷൻ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അപ്പൊ നമുക്കൊരു MRI എടുക്കാം. അല്ലെങ്കിൽ നിപ്പിളിൽ കൂടെ രക്തത്തിന്റെ അംശമുള്ള ഡിസ്ചാർജ് വരിക, അപ്പൊ നമുക്ക് MRI എടുക്കാം. അല്ലെങ്കിൽ നമ്മളൊരു മാമോഗ്രാമിൽ ഒരു വലിയൊരു മുഴ കണ്ടു, ആ മുഴ നമ്മുടെ നെഞ്ചിലെ മസിൽസിനെ ഇൻഫിൽട്രേറ്റ്, അതായത് മസിൽസിനെ പിടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒരു MRI എടുക്കാം. അതിനൊക്കെയാണ് MRI എടുക്കുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു ജീൻ ഡിഫക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ BRCA ജീൻ എന്ന് പറയും, BRCA1 ജീൻ. അവർക്ക് അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഒരു MRI ആണ് എടുക്കാം. പിന്നെ MRIയുടെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും MRI മീൻസ് കൺസോൾ അല്ലെങ്കിൽ MRI എടുക്കുന്ന മെഷീൻ അത് കിടക്കാനായിട്ട് പറ്റില്ല. ചിലർക്ക് ഈ ലിഫ്റ്റിലൊക്കെ അടച്ചിട്ടേക്കുന്ന സ്ഥലത്തൊക്കെ കയറുമ്പോൾ ഒരു പേടിയുള്ളവർക്കൊന്നും MRI എടുക്കാൻ പറ്റില്ല. ഡോക്ടർ, ഒരു പ്രേക്ഷക കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് സജീനയാണ് ചേരുന്നത്. സജീന, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. നമസ്കാരം. ഹലോ നമസ്കാരം ഡോക്ടർ. എന്റെ ഈ ലെഫ്റ്റ് റൈറ്റിൽ ഒരു 8 വർഷത്തോളമായി ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. നെല്ലിക്ക പോലെ തെന്നി പോകുന്നതായിരുന്നു. ഞാൻ ഡോക്ടർമാരെയൊക്കെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു പിന്നെ ടെസ്റ്റ് ചെയ്യാനാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പിന്നെ ഫൈബ്രോഡിനോമ എന്നൊരു മുഴയാന്ന് പറഞ്ഞു. അപ്പം പിന്നെ അന്നേരം എനിക്കൊരു പേടിയുണ്ട്, ഇതിന് ദോഷമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് FNDC ടെസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് എടുത്ത് കളയാൻ. ഞാൻ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഒരുപാട് ചാർജ് ആകുമെന്ന് പറഞ്ഞു. ഞാൻ ഗവൺമെന്റ് ഡോക്ടറെ കാണിച്ചു. ഞാൻ ഓപ്പറേഷൻ പോയി, എന്റെ ഒറ്റ ദിവസം കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു. പക്ഷെ എന്റെ ആ മുഴ അതുപോലെ ഇരിപ്പുണ്ട് ഡോക്ടറെ. പക്ഷെ ഞാൻ വീണ്ടും ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ആ മുഴയൊന്നും ഇല്ല, നിങ്ങൾക്ക് തോന്നലാണെന്ന്. വീണ്ടും ഒരു സ്കാൻ ചെയ്തപ്പോ ആ മുഴ ഇല്ലെന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് ആ നെല്ലിക്ക പോലെയുള്ള മുഴ തെന്നി അങ്ങ് പോവുക. അപ്പൊ ഞാൻ ഭയക്കുന്നു, ഇരിക്കുന്ന ദോഷമുണ്ടോ. പിന്നെ ഒരുപാട് പൈസ മുടക്കി 3-4 ഡോക്ടർമാരെ FNDC വെച്ചു, മാമോഗ്രാം ചെയ്തു, പിന്നെ എല്ലാം ചെയ്തു. ഡോക്ടർ എന്തെങ്കിലും ഒരു നല്ലൊരു മാർഗം പറഞ്ഞു തരുമോ? ഇതിപ്പം നമ്മൾ ഇപ്പൊ സർജറി ചെയ്ത് കഴിഞ്ഞപ്പം ബ്രസ്റ്റിന്റെ അകത്ത് നമ്മൾക്കൊരു മുറിവ് പറ്റിക്കഴിയുമ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു ടിഷ്യൂ വരുമല്ലോ. ചിലപ്പോൾ നമുക്ക് ആ ടിഷ്യൂ ബ്രസ്റ്റിന്റെ സർജറി ചെയ്ത സ്ഥലത്ത് വന്നുകൊണ്ടായിരിക്കും ഇനി തെന്നി പോകുന്ന ഫീലിംഗ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഈ മാമോഗ്രാമിൽ ഒന്നും കാണുന്നില്ല, അൾട്രാസൗണ്ടിലൊന്നും കാണുന്നില്ലെങ്കിൽ ഇപ്പൊ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫോളോ അപ്പ് ചെയ്ത മീൻസ് അടുത്ത ഒരു 6 മാസം, സാധാരണ രീതിയിൽ ഒരു 6 മാസം കൂടുമ്പോൾ സ്കാൻ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഒരു ബയോപ്സി എടുത്ത് അത് ഓൾറെഡി സർജറി ചെയ്ത ബയോപ്സിക്ക് വിട്ടപ്പോ അത് കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പൊ നമുക്കൊരു 6 മന്ത്സ് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 1 ഇയർ വെയിറ്റ് ചെയ്ത്. ബിക്കോസ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ വീഴുമ്പം ഉണങ്ങുന്ന പോലത്തെ തൊലി ഇവിടെ ബ്രസ്റ്റിലും ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ തെന്നി പോകും. അപ്പൊ നമുക്ക് ഓൾറെഡി മനസ്സിലൊരു ഇപ്പൊ കേൾക്കുന്നവരെല്ലാവർക്കും ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ നമുക്ക് ഓൾറെഡി മനസ്സിൽ നമുക്കൊരു പേടിയാണ് ഉള്ളത്. സോ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിക്കോസ് എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഉള്ളത് ബ്രസ്റ്റ് ക്യാൻസറിനാണ്. ഇപ്പൊ ക്യാൻസർ വന്ന മീൻസ് ഇപ്പൊ ക്യാൻസർ അല്ലാന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് സന്തോഷിക്കണ്ടേ. പിന്നെ അതിനെ കുറിച്ച് നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ മാമോഗ്രാമും അൾട്രാസൗണ്ട് സ്കാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
ഓക്കെ, മാമോഗ്രാം ആൻഡ് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് നമ്മൾ യൂഷ്വലി ഒരു 40 ഇയേഴ്സിന് താഴെയുള്ള സ്ത്രീകളിലാണ് എടുക്കുന്നത്. മാമോഗ്രാം നമ്മൾ ഒരു 40 ഇയേഴ്സിന് മേളിലുള്ള സ്ത്രീകളിലാണ് അഡ്വൈസ് ചെയ്യുന്നത്. നമ്മൾ മാമോഗ്രാം 40 ഇയേഴ്സ് കഴിഞ്ഞ സ്ത്രീകളിലല്ല, അതിന് മുമ്പ് എടുക്കാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് നമുക്ക് ഫാമിലി ഹിസ്റ്ററി, മദറിനോ സിസ്റ്റേഴ്സിനോ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അവർക്ക് വന്നേക്കാളും ഇപ്പൊ അവർക്ക് ഏർലി ഏജിലാണ് വന്നെങ്കിൽ അവർക്ക് വന്നേക്കാളും ഒരു 5 വയസ്സിന് മുമ്പ് നമുക്ക് എടുക്കാം. അതാണ് ഒന്ന്. പിന്നെ മാമോഗ്രാമിൽ നമ്മൾ കുറച്ച് റേഡിയേഷൻ ഡോസ് ഉപയോഗിക്കുന്നുണ്ട്. അൾട്രാസൗണ്ടിലും റേഡിയേഷൻ ഫ്രീ ആണ്, റേഡിയേഷനേ ഇല്ല. അതിനാണ്. പിന്നെ നമുക്ക് അൾട്രാസൗണ്ടില് ഈ കാൽസിഫിക്കേഷൻ, അതായത് കാൽഷ്യം അടങ്ങിയിരിക്കുന്ന വെള്ള പാട് കാണുന്നതാണ് കാൽസിഫിക്കേഷൻ. ആ കാൽസിഫിക്കേഷൻ നമുക്ക് അൾട്രാസൗണ്ടിൽ കാണാൻ ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ മാമോഗ്രാം തന്നെ വേണം. പിന്നെ വലിയ ബ്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് അൾട്രാസൗണ്ടിൽ കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം മാമോഗ്രാമിൽ നമുക്ക് ബ്രസ്റ്റിനെ പ്രസ് ചെയ്യുക, അതിനാണ് കംപ്രഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ബ്രസ്റ്റിനെ പ്രസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് ലീഷൻ കാണാൻ പറ്റും. ഡോക്ടർ, അതുപോലെ ഇടയ്ക്കിടെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് IDT നമ്മൾ റെക്കമെൻഡേഷൻ പ്രകാരം ഇയർലി വൺസ്, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 2 years to 3 years നമ്മൾ ഇയർലി വൺസ് ചെയ്യുക. 3 years വരെ നോർമൽ ആണെങ്കിൽ നമുക്ക് പിന്നെ അത് നോർമൽ ആണ്, ഒരു ലീഷനും ഇല്ലെങ്കിൽ നമുക്ക് വിട്ടേക്കാം. അല്ലെങ്കിൽ ഫൈബ്രോഅഡ്നോമാസ് ആണെങ്കിൽ നമുക്ക് ഒരു ഇയർലി മാമോഗ്രാം ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഈ മാമോഗ്രാം ഞാൻ പറയാൻ പറ്റുമോ, മാമോഗ്രാമിൽ നമുക്ക് ബൈറാറ്റ്സ്, നമ്മൾ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബൈറാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്കോർ ഉണ്ടാവും. അപ്പൊ ഈ ബൈറാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഇമേജിംഗ് റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ഈ ബൈറാറ്റ് സ്കോർ 0 ആണെങ്കിൽ ഫർദർ ഇവാലുവേഷൻ ചെയ്യണം. 1 ഞാൻ ബിനൈൻ, അപ്പൊ ഒന്നൊരു ടെസ്റ്റും ചെയ്യേണ്ട, ഫർദർ ഇവാലുവേഷൻ ഒന്നും വേണ്ട, നമുക്ക് റിപ്പീറ്റ് ചെയ്യാമോ ഒന്നും വേണ്ട. 2 ആണ് വരുന്നത്, 2 ആണ് വന്നത്, ലീഷൻ ഉണ്ട്, നമുക്കൊരു ഒന്നെങ്കിൽ നമുക്ക് 6 മാസം കഴിയുമ്പോൾ യു കെൻ ഡു എൻ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്കൊരു 1 year കഴിയുമ്പോൾ ഒരു മാമോഗ്രാം ചെയ്ത് നോക്കാം. അങ്ങനെ കൺസിക്യൂട്ടീവ് ആയിട്ട് ഒരു 3 years മാമോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ അതിലും സെയിം ഫൈൻഡിങ് ഒന്നുമില്ല, പുതുതായിട്ടൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ്സ് ഇല്ലാത്തൊരു മാമോഗ്രാം ആണെങ്കിൽ ദെൻ യു ഡോണ്ട് നീഡ് ടു ഡു, നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതേസമയം നമ്മളൊരു ബൈറാറ്റ്സ് 3 ആണെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഒരു USG ചെയ്യണം. എല്ലാ വർഷവും നമ്മളൊരു അൾട്രാസൗണ്ട് ചെയ്യണം. 5 വർഷത്തേക്ക് ചെയ്യണം. 5 വർഷത്തിൽ ഗ്രോത്ത് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പിന്നീടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അത് പ്രശ്നമുള്ള ക്യാൻസർ ആവാം, അല്ലെങ്കിൽ ക്യാൻസർ ആവാതിരിക്കും. അതിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ബയോപ്സി ചെയ്യും. അതിന് കുറെ ടൈപ്സ് ഓഫ് ബയോപ്സീസ് ഉണ്ട്. ഒന്നൊരു ഫൈൻ നീഡിൽ ആസ്പിറേഷൻ, FNAC എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ബയോപ്സി ഗൺ, അതായത് വാക്യൂം അസിസ്റ്റഡ് ബയോപ്സി ചെയ്യാം. 2-3 ടൈപ്സ് ഓഫ് ബയോപ്സി ഉണ്ട്. അപ്പം ഈ ബൈറാറ്റ്സ് 4 ലീഷൻ നമ്മളെല്ലാം ബയോപ്സി ചെയ്യും. ബൈറാറ്റ്സ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കൺഫർമേഷൻ ഓഫ് നമ്മൾ MRA അല്ല മാമോഗ്രാമിൽ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഒരു പ്രേക്ഷക കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പയ്യന്നൂരിൽ നിന്ന് ഹിംനയാണ് ചേരുന്നത്. ഹിംന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ. ഡോക്ടറെ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ് വല്ലാണ്ട് വേദന എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കേ ഇല്ല, ചില സമയത്ത് ഭയങ്കര പുകച്ചില് പോലെ ഉണ്ടാവും, ചില സമയത്ത് അതിൽ നിന്ന് ഇങ്ങനെ സാധാരണ പോലെ ഇല്ല, ഇങ്ങനെ ഉമിനീര് ചെറുങ്ങനെ വരാറുണ്ട്, അല്ലാതെ കഴുത്തായിട്ടൊന്നും ഇല്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വേദന എടുക്കും. അതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും? എത്ര വയസ്സുണ്ട്? എനിക്ക് 38 വയസ്സ്. പീരിയഡ്സ്, അതായത് മെനോപോസ് പീരിയഡ്സ് നിൽക്കുന്നതിന് മുമ്പാണെങ്കിൽ നമ്മുടെ ഈ പീരിയഡ്സിന്റെ സമയം, അതായത് ഓവുലേഷന്റെ ടൈമില് നമുക്ക് ബ്രസ്റ്റിന് പെയിൻ ഉണ്ടാക്കാം. അതാണ് സൈക്ലിക്കൽ മാസ്റ്റാൾജിയ എന്നാണ് പറയുന്നത്. അത് പീരിയഡ്സിന്റെ സമയത്ത്, അതിന് ശേഷം, അതായത് അത് പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ 2 ആഴ്ച അല്ല ഒരാഴ്ച കഴിയുമ്പോൾ ഉണ്ടാവാം. അതിന് പീരിയഡ്സിന് 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ഉണ്ടാവാം. ചില സ്ത്രീകളിൽ അങ്ങനെ ഉണ്ടാവും. അതാണ് ഒന്ന്. പിന്നെ അതില് ചില ആൾക്കാർക്ക് ബ്രസ്റ്റിൽ നിന്ന് ഡിസ്ചാർജ്, അതായത് വെള്ളം പോലെ വരിക, അങ്ങനെ. അപ്പൊ നമ്മൾ പറഞ്ഞോളൂ. അങ്ങനെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം. ഓക്കെ. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം. അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഒന്നും കാണുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസും കൊണ്ടാണെന്ന് ഇതാക്കും.
ഡോക്ടറിലേക്ക് തിരികെ. ഡോക്ടർ, നമ്മൾ നേരത്തെ അൾട്രാസൗണ്ട് സ്കാനും അതുപോലെ മാമോഗ്രാം തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഡോക്ടർക്ക് തുടരാം. അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആദ്യം അൾട്രാസൗണ്ടിൽ തീരെ റേഡിയേഷൻ ഇല്ല, മാമോഗ്രാമിന് റേഡിയേഷൻ ഉപയോഗിക്കുന്നുണ്ട്, ചെറിയൊരു ഡോസ് ഓഫ് റേഡിയേഷനേ ഉള്ളൂ. പിന്നെ നമുക്ക് 35 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് എപ്പോഴും പ്രിഫർ ചെയ്യുന്ന അൾട്രാസൗണ്ട് ആണ്. വലിയ ബ്രസ്റ്റ് ഉള്ള സ്ത്രീകൾക്ക് നമ്മൾ മാമോഗ്രാം ആണ് ചെയ്യാറ്. അൾട്രാസൗണ്ട് നമുക്ക് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ബിക്കോസ് ഫാറ്റ് കൂടുതലായിരിക്കും. അപ്പൊ അൾട്രാസൗണ്ടിന്റെ റേഡിയേഷൻ അത് താഴേക്ക് പെനിട്രേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ താഴേക്ക് പോകില്ല, നമുക്ക് ഉള്ളിലുള്ളവർക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ കാൽസിഫിക്കേഷൻ, അതായത് കാൽഷ്യം നിറഞ്ഞിരിക്കുന്ന ചെറിയ വെള്ള പാടുകൾക്കാണ് ഈ കാൽസിഫിക്കേഷൻ എന്ന് മാമോഗ്രാമിൽ പറയും. ആ കാൽസിഫിക്കേഷൻ നമുക്ക് മാമോഗ്രാമിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അൾട്രാസൗണ്ടിൽ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ചെസ്റ്റ്, അതായത് ചെസ്റ്റ് വാളിലേക്ക് പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് അൾട്രാസൗണ്ടിൽ കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. മാമോഗ്രാമിൽ ആ ഒരു ഷാഡോ പോലെ നമുക്ക് ഉള്ളിലുള്ളത് കാണാൻ പറ്റും. പിന്നെ അതായത് എപ്പോഴും ഈ ഡക്റ്റ്, അതായത് നമ്മൾ പാലൊക്കെ വരുന്ന ഒരു ഡക്റ്റ് എന്ന് പറയും, ആ ഡക്റ്റ് വികസിച്ച് അതായത് വലുതായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് നല്ലപോലെ കാണാൻ പറ്റുന്നത് അൾട്രാസൗണ്ടിലാണ്. മാമോഗ്രാമിൽ അത് അതിനകത്തൊരു കാൽസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനകത്തൊരു അതായത് അതിനകത്ത് ക്യാൻസറിന്റെ സെൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാമോഗ്രാമിൽ അത് കാണാനായിട്ട് പറ്റൂ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഒരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അബ്ദുൾ റസാഖ് ആണ് ചേരുന്നത്. അബ്ദുൾ റസാഖ്, ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ കോഴിക്കോടാണ്. എനിക്ക് എന്റെ പങ്കള് മരിച്ചത് ഇതേമാതിരി ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ഹലോ, എന്റെ സഹോദരി മരിച്ചത് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടാണ്. അപ്പോ ഇത് പാരമ്പര്യമായിട്ട് ഓരോ മക്കൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണോ? അതെ, ഇപ്പം ഉമ്മ മരിച്ചതും സഹോദരി മരിച്ചതും ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ നമ്മൾ ഇപ്പൊ ചേട്ടന്റെ മക്കളുണ്ടെങ്കിൽ അവർ സ്ക്രീൻ ചെയ്തിരിക്കണം. അവർക്കൊരു ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ജീൻ ഡിഫക്റ്റ്, ഞാൻ പറഞ്ഞ പോലെ BRCA1 ജീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവരെല്ലാരും നമ്മൾ സ്ക്രീൻ ചെയ്യണം. അതായത് മകൾ ഉണ്ടെങ്കിൽ മകളെ അമ്മയ്ക്ക് അല്ലെങ്കിൽ സിസ്റ്ററിന് വന്നേക്കാളും 5 വയസ്സിന് മുമ്പേ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ മാമോഗ്രാം ആദ്യമേ എടുക്കണം. ശരി, പ്രേക്ഷകന് വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ ഈ ഗർഭിണി ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സമയത്തോ ഈ പരിശോധന സുരക്ഷിതമാണോ? ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല, ബിക്കോസ് ചെറിയ റേഡിയേഷൻ ഉള്ള കാരണം നമ്മൾ ഗർഭിണി ആയിരിക്കുന്ന സ്ത്രീകളിൽ നമ്മൾ മാമോഗ്രാം എടുക്കാറില്ല, അൾട്രാസൗണ്ട് ആണ് എടുക്കുന്നത്. മുലയൂട്ടുന്ന സമയത്ത് അതായത് എടുക്കുന്നതിന് വേറെ കുഴപ്പമില്ല, അതായത് പാല് നമ്മൾ ബ്രസ്റ്റിനെ നമ്മൾ പ്രസ് ചെയ്യുവാണല്ലോ, അപ്പൊ പാല് ലീക്ക് ആവുന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ കുറച്ച് പെയിൻ കൂടുതലായിരിക്കാം അവരുടെ ടെൻഡർ ബ്രസ്റ്റ് ആയ കാരണം, അല്ലാതെ വേറെ ദോഷങ്ങളൊന്നും അവർക്കില്ല. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ ഈ ആരോഗ്യം സംബന്ധിച്ച് എത്ര തവണ നമുക്ക് പരിശോധന നടത്താൻ പറ്റും ഒരാളുടെ ആരോഗ്യം? ഓക്കെ, നമ്മുടെ ആരോഗ്യം വെച്ചിട്ട് ഐഡിയലി നമ്മൾ ഇയർലി 1 വർഷത്തിൽ 1 പ്രാവശ്യമാണ് ചെയ്യേണ്ടത് മാമോഗ്രാം. നമുക്ക് അൾട്രാസൗണ്ട് എപ്പോ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ചിലപ്പോ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഇപ്പം 3 മാസം, അതായത് ഇപ്പൊ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്തു, നമുക്കൊരു ലീഷനെ കണ്ടു, നമുക്കത് ഫോളോ അപ്പ് ചെയ്ത് അത് പ്രശ്നമില്ലാത്തതാണ്. ചില മുഴകൾ നമുക്ക് അൾട്രാസൗണ്ടിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് പ്രശ്നമുള്ളതാണോ പ്രശ്നമില്ലാത്തതാണോ. അപ്പോൾ അൾട്രാസൗണ്ടിലൊക്കെ പ്രശ്നമില്ലാത്തതാണെങ്കിൽ നമ്മളൊരു 3 മാസം കഴിഞ്ഞിട്ടൊരു അൾട്രാസൗണ്ട് ആണ് സാധാരണ പറയാറ്. അപ്പൊ 3 മാസം കഴിഞ്ഞ് അതിന് ഗ്രോത്ത് ഉണ്ടോ ഗ്രോത്ത് ഇല്ലേ എന്നൊക്കെ നോക്കാം, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാലും ചെയ്യാം. അതിലൊരു 1 വർഷത്തിലേക്ക് അങ്ങനെ ചോദിക്കാൻ അൾട്രാസൗണ്ട് ഇല്ല, പക്ഷെ മാമോഗ്രാം നമ്മൾ 1 വർഷത്തിൽ ഒരിക്കലേ ചെയ്യാറുള്ളൂ. ശരി ഡോക്ടർ, നമ്മൾ നേരത്തെ മാമോഗ്രാം ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ ഏത് ടെസ്റ്റാണ് ഏറ്റവും അനുയോജ്യമായി ഉള്ളത്? മാമോഗ്രാമിൽ നമ്മൾ സാധാരണ ഏറ്റവും വിലക്കുറവും എല്ലാ ഹോസ്പിറ്റൽസും അവൈലബിൾ ആയിട്ടുള്ള ഈ 2D മാമോഗ്രാം ആയിരിക്കും. ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽസും കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും നമ്മൾ ഈ ടോമോസിന്തസിസ് അല്ലെങ്കിൽ 3D മാമോഗ്രാം ചെയ്യാൻ വേണ്ടി. 2D ആയിരിക്കും ഏറ്റവും സാധാരണക്കാർക്ക് അവൈലബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് 2D മാമോഗ്രാം ആണ്. ശരി ഡോക്ടർ, ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് ഒന്ന് കൂടുതൽ വിശദീകരിക്കാമോ?
ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകളിൽ, ലോകത്തില് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണപ്പെടുന്ന ക്യാൻസർ ആണ് ബ്രസ്റ്റ് ക്യാൻസർ. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ഇത് അനുസരിച്ച്, മെഡിക്കൽ ഡെവലപ്മെന്റ്സ് അനുസരിച്ച് ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് നല്ലപോലെ ട്രീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്കൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ഷംനയാണ് ചേരുന്നത് പാലക്കാട് നിന്ന്. ഷംന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ ഷംന, പറഞ്ഞോളൂ. ഇവിടെ ഉമ്മാക്ക് ബ്രസ്റ്റിൽ ഒരു വെള്ളപ്പാടുണ്ട്. അവരുടെ ശരീരത്തിൽ കാലിലും കയ്യിലൊക്കെ ചെറുതായിട്ട് ഒരു വെള്ളപ്പാടുണ്ട്. ഷുഗർ ഉള്ള ആളാണ്. ബ്രസ്റ്റിലും ഉണ്ട് പറയുമ്പോ അത് പ്രശ്നമാവോ പിന്നീട്? ഇല്ല, സ്കിന്നിന്റെ പുറത്ത് വെള്ളപ്പാടുകൾ നമുക്ക് ബ്രസ്റ്റിന് പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. വെള്ളപ്പാടുകൾ വേറെ എന്തെങ്കിലും അസുഖങ്ങളിൽ ബാധിക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ അതായത് ബ്രസ്റ്റിന്റെ സ്കിൻ ഇങ്ങനെ ഓറഞ്ചിന്റെ തൊലി പോലെ കുഴികളുണ്ടോ? അതൊന്നുമില്ല. ഉമ്മാക്കൊരു ജസ്റ്റ് ഒരു വെള്ളപ്പാട് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അത് നമ്മൾ ഒരു സ്കിൻ ഡോക്ടറിനെ കാണിക്കാം. എന്തേലും മുഴകളോ അങ്ങനെ നിപ്പിളിൽ നിന്ന് രക്തത്തിന്റെ അംശമുള്ള ഡിസ്ചാർജോ അല്ലെങ്കിൽ വെള്ള ഡിസ്ചാർജോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്കൊരു അൾട്രാസൗണ്ട് എടുത്ത് നോക്കാം. അതുവരെ സ്കിന്നിനുള്ള വെള്ളപ്പാടിന് പ്രശ്നമില്ലാത്തതാണ്. പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. മാമോഗ്രാം പരിശോധനയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഫോർട്ട് കൊച്ചി ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ഡോക്ടർ ജസീക്ക ജോയ് തോട്ടിയിലാണ് നമ്മോടൊപ്പം ചേർന്നത്. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുന്നു. നമസ്കാരം.